പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനത്ത് 12 ഇടങ്ങളിൽ ഇഡി റെയ്ഡ്. തിരുവനന്തപുരത്ത്, കൊച്ചിയിലും ഇടുക്കിയിലുമാണ് റെയ്ഡ് നടത്തിയത്. കൊച്ചിയിലെ ലാലി വിൻസെന്റിന്റെ വീട്ടിലും ആനന്ദകുമാറിന്റെ ശാസ്തമംഗലത്തെ ഓഫീസിലുമാണ് ഇഡി പരിശോധന നടത്തിയത്. തോന്നയ്ക്കൽ സായിഗ്രാമിലും അനന്തകൃഷ്ണന്റെ ഇടുക്കി കോളപ്രയിലെ ഓഫീസിലും ഒരേ സമയം പരിശോധന നടത്തി. 7-ാം മൈലിലുള്ള അനന്തകൃഷ്ണന്റെ ഓഫീസിലാണ് ഇഡി സംഘം ആദ്യം എത്തിയത്. ഓഫീസ് തുറന്ന് പരിശോധന നടത്തിയ സംഘം പിന്നീട് അനന്തകൃഷ്ണന്റെ വീട്ടിലുമെത്തി. കോളപ്രയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു പാതിവില തട്ടിപ്പ്. മറൈൻ ഡ്രൈവുള്ള ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിൽ 12 മണിക്കൂർ നീണ്ട പരിശോധനയായിരുന്നു. അനന്തുവിൽ നിന്ന് പണം പ്രതിഫലമായി വാങ്ങിയത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായാണെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. ഇത് 20ഓളം വലിയ കമ്പനികളുമായി അവർ ചെയ്ത ബിസിനസിന്റെ എഗ്രിമെന്റുകൾ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുത്ത എഗ്രിമെന്റിന്റെ ഡ്രാഫ്റ്റുകളുടെ പൈസ, പിന്നെ 600-700 മണിക്കൂറുകൾക്കിടയിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 700 മണിക്കൂറോളായി കാണും, കണക്കും നോക്കണം, ഞാൻ അവർക്ക് വേണ്ടി എഗ്രിമെന്റുകൾ റെഡിയാക്കാനും MOUs റെഡിയാക്കാനും വേണ്ടി എന്റെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു റീറ്റെയിനർ ഫീസ് ഫിക്സ് ചെയ്തിരുന്നു. മാസം 1 ലക്ഷം രൂപ വെച്ച് ഇവർക്ക് വേണ്ടി ഇത്രയും അധികം സമയം ഉപയോഗിച്ച് ഡിസ്കഷൻസ് ഇരിക്കുന്നതിന് ഒരു റീറ്റെയിനർ ഫീസ് ഫിക്സ് ചെയ്തിരുന്നു. അങ്ങനെ എന്റെ കയ്യിൽ എനിക്ക് എന്റേതായ കണക്കുകളുണ്ട്, അതെല്ലാം എന്റെ ഡയറിയിലും ഉണ്ട്. പാതിവില തട്ടിപ്പിൽ കള്ളപ്പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അനന്തകൃഷ്ണനും സംഘവും തട്ടിയെടുത്തത്. നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലെ വിവരങ്ങൾ ഇഡി ശേഖരിച്ചിരുന്നു. അനന്തകൃഷ്ണന്റെ 19 ബാങ്ക് അക്കൌണ്ടുകളിലൂടെ 450 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിലും തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമെന്നത് വ്യക്തമായിട്ടില്ല. പിരിച്ചെടുത്ത പണം ചെലവഴിച്ചതടക്കം പുറത്തുവരണമെങ്കിൽ ഇഡി അന്വേഷണം വേണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലും പരിശോധന നടത്തി. കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലായിരുന്നു പരിശോധന. ക്രൈംബ്രാഞ്ച് SP MJ സോജൻ നേരിട്ടെത്തിയാണ് പരിശോധന നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.